നല്ലൊരു ചില്ലയായിരുന്നു CPM-ന് മുട്ടട. മണ്ടത്തരത്തിന് പോകാതിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് കയ്യിലിരുന്നേനെ. പക്ഷേ ഇപ്പോൾ എന്തായി? ആ ചില്ലയൊടിച്ച CPM അവരുടെ തലക്കിട്ട് തന്നെ അടിച്ചു. വൈഷ്ണയെ പൂട്ടുമെന്ന് കരുതിയിറങ്ങിയ CPIM നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മുട്ടുവിറച്ച് നിന്നതോടെ പണിപ്പാളിയെന്ന് CPM തന്നെ ഉറപ്പിച്ചു. വെറുതെ ഒരു വിവാദമുണ്ടാക്കി വൈഷ്ണയെ സെലിബ്രിറ്റിയാക്കി കളഞ്ഞ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നുമില്ലെങ്കിലും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ശേഷിയെങ്കിലും ഉണ്ടാകണം. വൈഷ്ണയ്ക്ക് പച്ചക്കൊടി വീശിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയ നടപടി റദ്ദാക്കി. ഇത് സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവും കൂടി ഇറക്കി. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയായിരുന്നു കമ്മീഷന്റെ തീരുമാനമെത്തിയത്. ഹിയറിംഗ് പൂർത്തിയായ ശേഷമായിരുന്നു കമ്മീഷന്റെ തീരുമാനം. ഇതോടെ കോൺഗ്രസിന് ആശ്വാസമായി മാറി. പക്ഷേ CPM-ന് തലവേദനയുമായി. വർഷങ്ങളായുള്ള സിറ്റിംഗ് സീറ്റ് കയ്യിലിരുന്നേനെ, പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുപോകുമോ എന്ന ടെൻഷനിലാണുള്ളത്. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് അനീതിയാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്ന് മത്സരിക്കാൻ ഇറങ്ങിയ ഒരാളെ രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടത്. 24 വയസ്സുള്ള പെൺകുട്ടിക്ക് സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കരുത് എന്നും കോടതി പറഞ്ഞിരുന്നു. വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുകയും വീടുകൾ കയറി വോട്ട് ചോദിക്കാൻ തുടങ്ങുകയും ചെയ്ത ശേഷമായിരുന്നു വൈഷ്ണയ്ക്ക് തിരിച്ചടിയായിട്ട് കമ്മീഷന്റെ ഉത്തരവുണ്ടായത്. എന്നാൽ ഇപ്പോൾ നടപടി റദ്ദാക്കിയതോടെ സ്ഥാനാർത്ഥിയും പാർട്ടിയും കൂടുതൽ ആവേശത്തിലായി. പട്ടികയിലെ വൈഷ്ണയുടെ PC നമ്പർ തെറ്റാണെന്ന CPM പരാതി അംഗീകരിച്ചായിരുന്നു വൈഷ്ണയുടെ പേര് കമ്മീഷൻ നീക്കം ചെയ്തത്. എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും വൈഷ്ണ സുരേഷ് പറഞ്ഞിരുന്നു. ഹിയറിംഗ് സമയത്ത് താൻ ആവശ്യമായ എല്ലാ രേഖകളും അധികൃതർക്ക് മുൻപാകെ ഹാജരാക്കി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഏകപക്ഷീയമായിട്ട് പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതെന്നും PC നമ്പർ തെറ്റിയത് തന്റെ പിഴവല്ല എന്നും വൈഷ്ണ ഹർജിയിൽ വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അതേസമയം CPM-ന് തിരിച്ചടി ആയതോ പരാതിക്കാരനായ ധനേഷിന്റെ വീട്ടു നമ്പർ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തലായിരുന്നു. പേരിനൊപ്പമുള്ള വീട്ടു നമ്പറിൽ അതേ നമ്പറിൽ 25 പേർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് പരാതി ലഭിച്ചതായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ 25 28 പേരുണ്ടായിരുന്നു എന്നായിരുന്നു ധനേഷിന്റെ മറുപടി. 2000-ൽ മുട്ടട വാർഡ് രൂപീവൽക്കരിക്കുന്ന വേളയിൽ ഇറങ്ങിയ വോട്ടർ പട്ടികയിലായിരുന്നു തന്റെയും ബന്ധുക്കളുടെയും വീട്ടു നമ്പർ ഒരുപോലെ ആയത്. വീട്ടുപേരുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് തിരുത്താൻ പോകാത്തതെന്നും താനായിട്ട് വോട്ടർ പട്ടികയിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല എന്നും ധനേഷ് അറിയിച്ചിരുന്നു. എങ്കിൽ എന്തുകൊണ്ട് ആദ്യം സ്വന്തം വീട്ടു നമ്പറിലെ തെറ്റ് തിരുത്തിയില്ല എന്ന് കമ്മീഷൻ ചോദിച്ചപ്പോൾ അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആയിരുന്നു എന്നായിരുന്നു ധനേഷിന്റെ മറുപടി. കഴിഞ്ഞ 40 വർഷമായിട്ട് CPM ഭരിക്കുന്ന കോർപ്പറേഷനിൽ സ്വന്തം പാർട്ടിക്കാരന്റെ വീട്ടു നമ്പർ തെറ്റായി കിടന്നിട്ട് തിരുത്താൻ മെനക്കെടാത്തവരാണ് ഒരു സ്ഥാനാർത്ഥിയുടേത് ചൂണ്ടിക്കാണിച്ചത്. 2 കാലിൽ മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവന് കുറ്റം പറയുന്ന പോലെയായിരുന്നു CPM-ന്റെ ഈ പ്രവൃത്തി. അത് അവർക്ക് തന്നെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും വൈഷ്ണ ഹാപ്പിയാണ്, അവർക്ക് മത്സരിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി വന്നതിന് ശേഷമുള്ള വൈഷ്ണയുടെ പ്രതികരണം കൂടി കേൾക്കാം. മുട്ടട വാർഡിലുള്ളവരായാലും പുറത്തുള്ളവരായാലും UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ നാളെ മുതൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. വളരെ സന്തോഷം. കാരണം ഈ ഒരു നിമിഷത്തിൽ ആണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നേണ്ടത്. നമുക്ക് നമ്മുടെ വെട്ടിപ്പോയ വോട്ട് തിരിച്ച് റീആഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. കാരണം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെതായ സന്തോഷമുണ്ട്. കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് നമ്മുടെ പാർട്ടിയാണ്. പാർട്ടിയിൽ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവരത് പറയും. നല്ല റെസ്പോൺസ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി, നമ്മൾ ദൈവത്തെ പോലെ കാണേണ്ട ഒരാളാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം പുള്ളിയാണ് ഇതിൽ അത്രയും വേണ്ട വിധം ഇടപെടലുകൾ നടത്തി തിരിച്ച് ഇലക്ഷൻ കമ്മീഷനോട് ഒരു ഹിയറിംഗ് നടത്താൻ പറഞ്ഞതുമെല്ലാം. പിന്നെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ നമ്മളെ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കേട്ടു എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കേട്ടു. ഒരു ധൃതി പോലും കാണിക്കാതെ വളരെ വ്യക്തമായി അദ്ദേഹം കേട്ടിരുന്നു. അതിൻ്റെതായിട്ടുള്ള ശുഭപ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. സീനിയർ ലോയർ ശ്രീ ജോർജ് പൂന്തോട്ടം സാറുണ്ട്. നമ്മുടെ മൃദുലേട്ടൻ, പ്രിയപ്പെട്ട മൃദുലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീ മൃദുൽ ജോൺ മാത്യു പുള്ളിക്കാരനുണ്ട്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അഖിൽ JS ഉണ്ട്. പിന്നെ KPCC ഇലക്ഷൻ ഇൻചാർജ് പ്രിയപ്പെട്ട ശ്രീ KP റഹ്മാൻ സാറുണ്ട്. ഇവരെല്ലാവരും വളരെയധികം അപ്ഡേറ്റഡ് ആയിരുന്നു. കാരണം 24/7 ഇവരെല്ലാവരും എനിക്ക് അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ, ഓരോ സംശയങ്ങൾ ചോദിക്കാനും എനിക്ക് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ ഇല്ല
ഇല്ല കുഴപ്പമില്ല നമുക്കെല്ലാം കറക്റ്റായിട്ട് വരും എന്നുള്ള രീതിക്ക് എന്നെ സമാധാനിപ്പിക്കാനും എൻ്റെ സംശയങ്ങൾ തീർക്കാനും എല്ലാം ഇവരെപ്പോഴും അവൈലബിൾ ആയിരുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പാർട്ടിക്കാർ, നമ്മുടെ പാർട്ടി നേതാക്കന്മാരായാലും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും എല്ലാം വളരെ നന്നായി തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ വാർഡ് പ്രസിഡന്റുമാരായാലും DCC ഭാരവാഹികളുണ്ട്, മുൻ സ്ഥാനാർത്ഥിയുണ്ട്, നമ്മുടെ മുൻ മണ്ഡലം പ്രസിഡന്റുണ്ട്, എല്ലാവരും ഉണ്ട്, DCC ഭാരവാഹികളുണ്ട്. എല്ലാവരും ആരുടെയും പേര്, മഹിളാ കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, KSUവിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാവരും തന്നത് വളരെ വലിയ സപ്പോർട്ട് തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ആരുടെയും പേര് എടുത്തു പറയാത്ത ഒരാളുടെ പേര് വിട്ടുപോയാലോ എന്നുള്ളൊരു വിഷമത്തിലാണ്. കാരണം ആരുടെയും പേര് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വിട്ടുപോകാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആരുടെയും പേര് എടുത്തു പറയാത്തത്. എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി, മുട്ടട വാർഡിലുള്ളവരായാലും പുറത്തുള്ളവരായാലും UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു വിവാദം പോസിറ്റീവായി കരുതും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങളാണല്ലോ, കാരണം അവരാണ് അവരുടെ കോർപ്പറേഷൻ കൗൺസിലറിനെ തിരഞ്ഞെടുക്കേണ്ടത്. അവർക്കൊരു ആവശ്യം വരുമ്പോൾ ഓടി എത്തേണ്ട ഒരാളാണ്, അവർക്ക് ഒരു പരാതി വരുമ്പോൾ പറയേണ്ട ഒരാളാണ്. അപ്പോൾ അത് അവരാണ് തീരുമാനിക്കേണ്ടത് ആരാവണം എന്നുള്ളത്. അവരുടെ ഇഷ്ടം പോലെ അവരുടെ തീരുമാനപ്രകാരം അത് വരും. ഇത്രയും ദിവസം ഇറങ്ങിയ സമയത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അതായത് നമ്മൾ മെനിങ്ങാന്നായിരുന്നു നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല പരാമർശം വന്നിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ്, കാരണം നമ്മൾ അത്രയും ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു.